ഇന്ന് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. ഗവി കാടുകളുടെ യാത്രയിലാണ്. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. റാന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽപ്പെട്ട ഗവിയിലേക്ക് കൂട്ടറിക്കൽ റേഞ്ച് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പാസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പാസ് കിളിറിഞ്ഞാങ്കല ചെക്ക് പോസ്റ്റിൽ പതിപ്പിച്ചിട്ട് വേണം വനത്തിനുള്ളിലേക്ക് കടക്കാൻ. ഏറെ പ്രകൃതിരമണീയമായി ഭൂപ്രകൃതികളാൽ അനുഗ്രഹീതമായ ഗവി കാടുകളിൽ ഒട്ടേറെ വനഭവങ്ങളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. കടുവ, പുലി, ആന, കാട്ടുപോത്ത്, കേരളാവ് തുടങ്ങി മിക്ക മൃഗങ്ങളും അധിവസിക്കുന്ന കൂട്ടറിക്കൽ റേഞ്ചിന്റെ വനമേഖലയിൽ അത്ഭുതങ്ങളുടെ മായാപ്രപഞ്ചമാണുള്ളത്. ഏകദേശം 3 മണിക്കൂറോളം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന മിക്ക മൃഗങ്ങളെയും നമുക്ക് കാണാനാകും. മൂഴിയാർ, കക്കി, പമ്പ, ഗവി അണക്കെട്ടുകളുടെ മുകളിലൂടെയാണ് ഈ റൂട്ടിലെ യാത്ര. കൊച്ചുപമ്പ അണക്കെട്ടും കാണാം. കാലവർഷ സമയത്താണ് ഗവിയുടെ സൗന്ദര്യം ഏറെ ആസ്വദിക്കാനാകുന്നത്. ഈ റൂട്ടിലെ യാത്രയിൽ വേണ്ടത് ക്ഷമയും നിരീക്ഷണവുമാണ്. ഈറ്റച്ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നോക്കിയെങ്കിൽ മാത്രമേ കാണാനാവൂ. പുൽമേട്ടിലും നീർച്ചാലുകളിലും കഴിയുന്ന ഇവയെ കാണാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്നാണ് വനപാലകരും സഞ്ചാരികളും പറയുന്നത്. കൂട്ടറിക്കൽ റേഞ്ചിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഗവി സന്ദർശിക്കാൻ എത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടുത്തി നടത്തിയ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണം, വനത്തിനുള്ളിലൂടെയുള്ള യാത്രയിൽ സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങിയവയെപ്പറ്റി വനപാലകർ ക്ലാസ് എടുത്തു. വനം സംരക്ഷണവുമായി ബന്ധപ്പെട്ട അറിവുകളെ സംബന്ധിച്ച ലഘുലേഖകളും വിതരണം ചെയ്തു. വനദിനത്തെപ്പറ്റി കൂട്ടറിക്കൽ റേഞ്ച് ഓഫീസർ ശ്രീ AS അശോകന്റെ വാക്കുകളിലേക്ക്. വർഷവും മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായിട്ട് ലോകമെമ്പാടും ആഘോഷിച്ചു വരികയാണ്. നമ്മുടെ കേരളത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ കേരള വനംവകുപ്പ് പൊതുജനങ്ങളുമായി ചേർന്ന് നടത്തി വരുന്നുണ്ട്. ഈ വർഷത്തെ സ്ലോഗൻ എന്ന് പറയുന്നത് വനവും സാമ്പത്തിക സുസ്ഥിരതയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഈ സാമ്പത്തിക വ്യവസ്ഥ, രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വനം എന്ന് പറയുന്നത്. വനവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. വിവിധ ഇനത്തിലുള്ള പക്ഷികളും ഇഴജന്തുക്കളും നീർനായും മലയണ്ണാനുകളും കരിങ്കുരങ്ങും സിംഹവാലം കുരങ്ങും കുട്ടിത്തേവാങ്കും തുടങ്ങി കാണാമറയത്തുള്ള ഒട്ടേറെ ജീവികൾ ജീവിക്കുന്ന ഈ വനമേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വനം വകുപ്പ് സംരക്ഷിച്ചു വരുന്നത്. $505 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതി വരുന്ന കൂട്ടറിക്കൽ റേഞ്ചിലെ വനമേഖലയോട് ചേർന്നാണ് ഏകദേശം 950 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതി വരുന്ന പെരിയാർ കടുവാ സങ്കേതം. സങ്കേതത്തിലെ പടിഞ്ഞാറ് കിഴക്ക് ഡിവിഷന്റെ പരിധിയിൽപ്പെട്ട വനമേഖലകൾ കൂട്ടറിക്കൽ റേഞ്ചിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. PTRന്റെ പരിധിയിൽപ്പെട്ട വനമേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കടുവകളെ കാണാനാകുന്നത്. കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.